വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനി എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആണ്. ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ തുടങ്ങിയ ഒട്ടനവധി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷന് നിലവിലുണ്ടായിരുന്നത്. എങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് ഇന്നലെ മാർക്ക് സക്കർബർഗ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ ഇനി മറ്റൊരു കമ്പനിയുടെ പേരിൻ്റെ അണ്ടറിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അതായത് ഇതുവരെ നമ്മൾ ഇത്രയും കാലം ഫേസ്ബുക്ക് കമ്പനി എന്ന പേരിലായിരുന്നു ആ ഒരു കമ്പനി അറിയപ്പെട്ടിരുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ആ കമ്പനി അറിയപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്നത് മെറ്റ എന്ന് പറയുന്ന പേരിലായിരിക്കും. META എന്ന കമ്പനിയുടെ പേരിലായിരിക്കും ഇനി മുതൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളും അതുപോലെ ഒട്ടനവധി ഫേസ്ബുക്കിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നോ അതൊക്കെ ഇനി മുതൽ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാകുക. അപ്പോൾ എന്താണ് ഈ ഒരു മെറ്റ എന്നും എങ്ങനെയാണ് ഈ ഒരു മെറ്റ എന്ന് പറയുന്ന പേര് ഈ ഒരു കമ്പനിക്ക് വന്നതുമെന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ചിലർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ പേര് ഇത് മാറുമോ എന്നുള്ളൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷനും പേരുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല, പകരം ഫേസ്ബുക്കായിട്ട് തന്നെ നിലനിൽക്കുകയും ഇതിൻ്റെ ഒക്കെ ഹെഡ് നെയിം അല്ലെങ്കിൽ ഇത് ഈ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും മെയിൻ കമ്പനി നെയിം എന്ന് പറയുന്നത് മാത്രമാണ് മെറ്റ എന്ന് മാറ്റിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ നെയിം ഒരിക്കലും മെറ്റ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മെറ്റ എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെറ്റ എന്ന് പറഞ്ഞ പേര് ഈ ഒരു ഫേസ്ബുക്കിൻ്റെ കമ്പനിക്ക് വന്നതെന്ന് നോക്കിയാൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ നമുക്കിതിനെ നോക്കാൻ കഴിയും. ആദ്യം തന്നെ ഗ്രീക്ക് വേർഡായിട്ടുള്ള മെറ്റ എന്ന് പറഞ്ഞുള്ള വേർഡാണ് ഈ ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രീക്കിൽ മെറ്റ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ബിയോണ്ട് എന്താണ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് മറ്റൊരു കാര്യത്തിന് മേലെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനും അപ്പുറം എന്നൊക്കെ രീതിയിലാണ് നമ്മൾ പൊതുവെ ബിയോണ്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ലോകത്തിൽ മറ്റൊരു ലോകം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലോകത്തിന് മീതെ മറ്റൊരു ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് യുഗത്തിലുള്ള രീതിയിലുള്ള ഒരു പുതിയൊരു ലോകം കെട്ടിപ്പടുത്തുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഉദ്ദേശമായിരിക്കും ഫേസ്ബുക്കിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കമ്പനി യൂസ് ചെയ്യാനുള്ള കാരണവും. ഇനി രണ്ടാമത്തെ കാരണം എന്താണ് ആ ഒരു മെറ്റ എന്ന പേര് വരാൻ കാരണം എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ടെക്നോളജി തന്നെയാണ്. ഇൻ്റർനെറ്റിൻ്റെ 3D ടെക്നോളജി എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു മെറ്റാവേഴ്സ് എന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു ലോകമാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ വെർച്വൽ റിയാലിറ്റി അതുപോലെ ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെയൊക്കെ സഹായം കൊണ്ട് നമ്മൾ മറ്റൊരു ലോകത്ത് നമ്മൾ അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് വരുത്തി തീർക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ഉദാഹരണത്തിന് നമുക്കറിയാം ഈ വെർച്വൽ റിയാലിറ്റി ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി ഗെയിംസ് അതുപോലെ തന്നെ ഓഗ്മെൻറ്റ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു വെർച്വൽ റിയാലിറ്റി സിസ്റ്റത്തിലൂടെ നമ്മൾ ആ ഒരു ഗാഡ്ജറ്റൊക്കെ ധരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഗെയിം അല്ലെങ്കിൽ നമ്മളൊരു മൂവിയൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലോകത്താണ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനിടയിലാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫിലിമിനിടയിൽ നമ്മളും ആ ഒരു മൂന്നാമതൊരാൾ എന്നുള്ള രീതിയിൽ നമ്മളവിടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളവിടെ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഫിലിമിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് ശരീരത്തിനും മനസ്സിനൊക്കെ ഫീൽ ചെയ്യും. അതായത് ശരിക്കും നമ്മളൊരു മറ്റൊരു ലോകത്ത് പോയ ഒരു ഫീല് നമുക്ക് ഈ ഒരു വെർച്വൽ റിയാലിറ്റിയിലും അതുപോലെ തന്നെ ഈ ഓഗ്മെൻറ്റ് റിയാലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റ എന്ന് പറയുന്ന പേര് കമ്പനി ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇനി ഉള്ള മുമ്പോട്ടുള്ള ലോകം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റാവേഴ്സ് ലോകമെന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമ്മളൊരു മറ്റൊരു ലോകത്തിൽ എത്തുക അല്ലെങ്കിൽ ഒരു മറ്റൊരു ലോകം കെട്ടിപ്പടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു സാങ്കേതിക വിദ്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെറ്റ കമ്പനിയുടെ കീഴിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, മെസ്സഞ്ചർ തുടങ്ങിയവയൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വീഡിയോ കോളിങ്ങിനും ഓഡിയോ കോളിനും ചാറ്റിങ്ങിനും ഒക്കെയാണ്. ഇത് ഭാവിയിൽ തന്നെ നമുക്ക് ഓഗ്മെൻറ്റ് റിയാലിറ്റിയും അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൻ്റെ ഏത് കോർണറിലുള്ള ഒരാളെ നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് അതിലൂടെ കാണാനും സാധിക്കും. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ തന്നെയാണ് ഈ ഒരു മെറ്റ എന്ന് പറഞ്ഞ പേര് ഈ ഒരു ഫേസ്ബുക്ക് കമ്പനി അവർ ചേഞ്ച് ചെയ്തത്. കാരണം അവർ അതിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്
ഇനിയുള്ള ലോകം അല്ലെങ്കിൽ ഇനിയുള്ള മുമ്പോട്ടുള്ള കാലം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും അതിന് കൂടുതൽ സഹായകരം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് അവർ ചെയ്യുന്നു എന്നുള്ളത് കുറച്ചും കൂടി എളുപ്പത്തിൽ ലോകത്തിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു രീതിയിലേക്കുള്ളൊരു ആ ഒരു മാറ്റത്തിനാണ് അവർ ആ ഒരു പേര് ചൂസ് ചെയ്തത്. എനിവേ നമുക്ക് കാണാം, പ്രതീക്ഷിക്കാം എന്തൊക്കെ മാറ്റങ്ങൾ ഉടനടി വരുമെന്നും നമുക്ക് കണ്ടറിയാം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഒരു കൗതുകമുള്ള ഒരു ലോകം തന്നെയാണ് ഇൻ്റർനെറ്റിൻ്റെ ലോകം. വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റ് റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻ്റർനെറ്റ് ലോകത്തിലുള്ള പുതിയ സാങ്കേതിക മാറ്റങ്ങളൊക്കെ നമുക്ക് ഉടൻ തന്നെ കാണാനും സാധിക്കും. എനിവേ ഈ ഒരു ചെറിയൊരു ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റിയതും അതോടൊപ്പം തന്നെ ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. കാരണം മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ലോകം വളരെ വിശാലമായതാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഒതുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിവേ എന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരത്തൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.